അതെ, ഇന്ന് കറിവേപ്പില വെച്ച് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? കറിവേപ്പിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലേ. കറിവേപ്പിലയിൽ ഒരുപാട് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, മുടി വളരാനും ഷുഗർ കുറയ്ക്കാനും ഈ കറിവേപ്പില ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം കറിവേപ്പില ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയുടെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഈ പരിവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകൊക്കെ വാടി ഈ പരിവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്നതും പുളിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സാധാരണ കറികളിലൊക്കെ വേപ്പില കാണുമ്പോൾ നൈസായിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് ഒതുക്കി വെക്കാനോട്ടോ പതിവ്. പക്ഷെ വേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഈ ചമ്മന്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ വേപ്പില ചമ്മന്തി എനിക്ക് കൂടുതൽ കഴിക്കാനിഷ്ടം ഇങ്ങനെ ഈ ചൂട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് കുഴച്ച് ഒരു ഉരുളി അങ്ങ് വായിൽ വെച്ച് നോക്കൂ. പനി പിടിച്ച് നാവിന് ചൂടില്ലാതിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.